ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട്. നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ കല്ലുമ്മക്കായ് പൊരിച്ചതും ഉണ്ട്, ഉള്ളിവടയും ഉണ്ട്. ഇത്രയും ബട്ടർ ഉണ്ട് കേട്ടോ. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അനിയൻ നാട്ടിൽ പോയിട്ടുണ്ടേനും. അപ്പം എൻ്റെ വീട്ടിൽ നിന്ന് ഉമ്മയോ അല്ല ഉപ്പയോ ആരോ നട്ടതാണ് വീടെടുക്കുന്ന സമയത്ത്. ബട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവക്കാഡോ ആണ്. ഇത് മക്കൾസിനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ചിട്ട് ഇത് മിൽക്ക് ഷേക്ക് ആക്കിയിട്ടെല്ലാം കഴിക്കാൻ ഇവിടെ അത് കിട്ടിയിട്ടില്ല ഇനി പ്രാവശ്യം. ഇവിടുന്ന് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല കേട്ടോ ഈ അവക്കാഡോ. ഇത് പഴുത്തിട്ടില്ല, 2 ദിവസം കൊണ്ട് പഴുക്കുന്ന തോന്നുന്നത്. നമുക്ക് അത് മിൽക്ക് ഷേക്ക് ആക്കിയിട്ട് ഞാനൊരു വീഡിയോ കാണിക്കാം. ഇനി കല്ലുമ്മക്കായ് ഉണ്ട്. ഈ കല്ലുമ്മക്കായ് അനിയൻ്റെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതവരെ നിറച്ചിട്ട് മഞ്ഞളെല്ലാം ഇട്ടിട്ട് കൊണ്ടുവന്നാണ്. കോഴിക്കോട് ജില്ലക്കാർ മഞ്ഞൾ ഇട്ടിട്ടാണ് ഉണ്ടാവുക. നമ്മൾ മഞ്ഞൾ ഇടൂല, വെള്ള കളറിലാണ് നിറച്ചിട്ട് പൊരിക്കല്. ടേസ്റ്റ് എല്ലാം കണക്ക് തന്നെയാണ് കേട്ടോ. എന്തിനാ അവർ മഞ്ഞളിടുന്നത്, നമ്മളെന്തിനാ മഞ്ഞളിടാത്തത്, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ കുറേ ബേക്കറി ഐറ്റംസും ഉണ്ട്, കേങ്ങ് വറുത്തുണ്ട്, അതുപോലെ തന്നെ മുളകും, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടേനും ഉപ്പാനോടെല്ലാം. അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇങ്ങൾക്ക് കാണിച്ചു തരാനാണ് മെയിനായിട്ട് ഈ വീഡിയോ ഇടുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന മുളക് പൊടി എന്ന് വെച്ചാൽ 2 തരം മുളകും ചേർത്തിട്ടുള്ളതാണ്. പിരിയൻ മുളകും പിന്നെ നോർമൽ മുളകും, എരിവില്ലാത്തതും എരിവുള്ളതും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഇപ്പം ഞാൻ 500 രണ്ടും ഒരുപോലെ ആക്കിയിട്ട് മിക്സാക്കി എടുത്തിട്ടാണ് ഉപയോഗിക്കൽ. ഇത് ഞാൻ നാട്ടിലത്തെ മില്ലിൽ നിന്ന് മേടിച്ചതാണ്. ഇവിടെ തന്നെയാണ് ഞാൻ കുരുമുളകും അതുപോലെ തന്നെ ഗരം മസാല എല്ലാം ഇപ്പം മേടിക്കൽ. അതാവുമ്പം നല്ല കളർ ഉണ്ടാവും, പക്ഷേ ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ല, കറക്റ്റ് ആയിരിക്കും. പിന്നെ പൊരിയാവിലുണ്ട്. ഇത് അവിൽ മിൽക്ക് ഷേക്ക് എല്ലാം ഉണ്ടാക്കിയ നല്ലതാണ്. പിന്നെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് തേങ്ങയും പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് കഴിക്കാൻ. കുരുമുളകുണ്ട്. ഈ ഒരു കുരുമുളക് പൊടിച്ചിട്ടാണ് ഉപയോഗിക്കല്. അധികവും നാട്ടിലത്തെ പറമ്പിൽ ഉണ്ടാവുകയും ചെയ്യും. ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഉപ്പ അവിടെ നിന്ന് കൊടുത്തയക്കും. പിന്നെ MR ബേക്കറിയിലുള്ള കേങ്ങ് വറുത്തയും കേക്ക് അതുപോലെ തന്നെ മിച്ചറെല്ലാം ഉണ്ട്. പിന്നെ കിണ്ണത്തപ്പവും, ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ക്യൂട്ടായിട്ടുള്ള കിണ്ണത്തപ്പാണിത്. ഇതും നമ്മളെ മെയിൻ ഫേമസ് ആയിട്ടുള്ള MR ബേക്കറിയിലുള്ളതാണ്, നമ്മളെ ടൗണിൽ തന്നെ ഉള്ളതാണ്. അതുപോലെ തന്നെ ബേക്കറി ബിസ്ക്കറ്റ്, പിന്നെ കോഴിവടയുണ്ട്. ഈ കോഴിവട നല്ല എരിവുള്ള ഒരു മസാലയാണ്, നല്ല ക്രിസ്പി ആയിട്ടും കുറച്ച് ദിവസം നിൽക്കുകയും ചെയ്യാം കേട്ടോ. പണ്ടെല്ലാം ഉമ്മാമേൽ ഉണ്ടാക്കിയിട്ട് ഇത് ഡബയിലാക്കി വെച്ചിട്ട്, അതായത് ബോക്സിലാക്കി വെച്ചിട്ട് നമുക്കിങ്ങനെ ഉപയോഗിക്കാം. ചിക്കന് നന്നായിട്ട് ഉണക്കി മസാല ഉണ്ടാക്കിയിട്ട് ഇതിലിടുന്നതാണ്. നല്ല കറുമുറൂന്ന് ഉണ്ടാവും. ഇതെല്ലാം അനിയൻ വായിച്ചതാണ്, ബേക്കറി ഐറ്റംസ് എല്ലാം. ഇനി ഒരു ബൗളിൽ ഞാൻ മുളകിൻ്റെ പൊടിയെല്ലാം ഇടുന്നുണ്ട്. നമുക്ക് കല്ലുമ്മക്കായ് പൊരിക്കണം നോമ്പറക്കുന്ന ടൈമിലേക്ക്. അപ്പം ഒരു 3 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞളും. പിന്നെ ഇടുന്നത് റവയാണ്. റവ ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. റവയോ അല്ലെങ്കിൽ പുട്ടുപൊടിയോ ഇട്ട് കൊടുക്കാം, അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. എൻ്റെ ഉമ്മ ചെയ്യുന്ന കണ്ടിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണ്. കുറച്ച് കറിവേപ്പിലയും, ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. വല്ലാണ്ടെങ്കിൽ ലൂസായി പോവേണ്ട, ഒരു മീഡിയം മതി. പിന്നെ ഇത്രയും കല്ലുമ്മക്കായ് നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഞാൻ നോമ്പ് തുറക്കുമ്പോൾ വേറെ ഒന്നും ആക്കിയിട്ടില്ല. എക്സ്ട്രാ ഉള്ളിവടയും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഈ കല്ലുമ്മക്കായ് ഇവിടെ മക്കൾക്കും ഹസ്ബൻഡിനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് കല്ലുമ്മക്കായ് നിറച്ച് കഴിഞ്ഞാൽ. അങ്ങനെ നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കല്ലുമ്മക്കായ് നിറച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇത് പൊരിച്ച് കഴിഞ്ഞാൽ നല്ല സ്പൈസി ആയിരിക്കും കേട്ടോ. പക്ഷെങ്കിൽ ഇത് മക്കളെല്ലാം നന്നായിട്ട് കഴിക്കും. എരിവുണ്ടെങ്കിലും അവർ കഴിച്ചോളും, അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് ഒരു ഇഷ്ടം കൂടുകയും ചെയ്യും. കല്ലുമ്മക്കായ് ഗ്രൈൻഡറിൽ അരി അരച്ചിട്ടാണ് നമ്മളെ നാട്ടിലെല്ലാം ഉമ്മയും ഉമ്മാമയും എല്ലാം പണ്ട് മുതൽ ഉണ്ടാക്കിയെടുക്കൽ. ഇവിടെയെല്ലാം ഉണ്ടാകുമ്പം അരിപ്പൊടിയും ആമീസിൻ്റെ പൊടിയെല്ലാം ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ഇട്ടിട്ടുണ്ട്. 2 തരത്തിൽ ഉണ്ടാക്കുന്നതും. കാണാത്തലുണ്ടോന്ന് കണ്ടോക്കിയാൽ മതി. ഇതിനെല്ലാം ഞാൻ നെയ്യിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. കുറേ നേരം ഒന്നും പൊരിക്കണമെന്നില്ല, ഒന്ന് വാട്ടി എടുത്താൽ മതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഇപ്പം ഇതെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളിത് കുറച്ച് എടുത്ത് പൊരിക്കും, എന്നിട്ട് പിന്നെയും വെക്കും. നാട്ടിൽ നിന്നാകുമ്പോൾ അങ്ങനെയല്ല, ഫുൾ എടുത്ത് പൊരിക്കും. ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കലൊന്നും ഇല്ലല്ലോ. ഇത് മാത്രമല്ല, ബീഫും അതുപോലെ തന്നെ കുഞ്ഞിപ്പത്തില്, ഇറച്ചിപ്പത്തില്, ഇങ്ങനെ കുറേ ഐറ്റംസ് നാട്ടിൽ നിന്ന് കൊണ്ടുവരും കേട്ടോ. കുഞ്ഞിപ്പത്തിലെല്ലാം നല്ല ഉണക്കിയിട്ടാണ് നാട്ടിൽ നിന്ന് കൊടുത്തയക്കൽ. അതുപോലെ തന്നെ മീൻ വെച്ച അട, ഇതെല്ലാമാണ് നമ്മൾ കൊടുത്തയക്കൽ. ഞാൻ നാട്ടിലുള്ള നേരം അതുപോലെ തന്നെ ഉമ്മയെല്ലാം അങ്ങനെയാണ് കൊടുത്തയക്കൽ. നമ്മൾ കൊടുത്തയക്കുമ്പോൾ വേണമെന്ന് വെച്ചാൽ ഇവർ വേണ്ടാന്ന് പറയും. പക്ഷേ എന്നാലും കൊടുത്തയച്ച് കഴിഞ്ഞാൽ അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുകൊണ്ട് എത്ര വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ നാട്ടിലുള്ള സമയത്തെല്ലാം ഞാൻ കൊടുത്തയക്കും. കാരണം അവർ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ടാവും കൊടുത്തയച്ചെങ്കിലെന്ന് വിചാരിക്കും. ഇപ്പം ഞാനും അങ്ങനെ തന്നെ വിചാരിക്കല്ലേ, നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് വിചാരിക്കും. ഈ ഒരു കല്ലുമ്മക്കായ് ഒട്ടും പ്രതീക്ഷിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞിട്ടൊന്നുമില്ല. ഇവിടെ എത്തിയവരാണ് ഓൻ പറഞ്ഞത് ഇതെല്ലാം നമുക്കുള്ളതാണ്. അപ്പം പിന്നെ നമ്മൾ കുറേ ആളുണ്ടല്ലോ, എല്ലാം കൂടി
ഒരുമിച്ചിട്ട് അങ്ങ് പൊരിക്കാമെന്ന് വെച്ചു. എന്തായാലും ഇത് ഫുള്ള് കാലിയായി കിട്ടും. അപ്പം ഞാനിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല മുഞ്ചുണ്ട്, പിന്നെ കഴിക്കാനും അടിപൊളിയാണ്. അടിപൊളി മാത്രമല്ല, എക്സ്ട്രാ ഓർഡിനറിയും കൂടിയാണ് കേട്ടാ. അപ്പം നിങ്ങളെല്ലാം നാട്ടിൽ നിന്ന് എന്തെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. ഇനി രണ്ടാമത്തെ ഐറ്റംസ് ആയ ഉമ്മാമ്മൻ്റെ സ്പെഷ്യലായ ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ വേറെയാണ് ഉണ്ടാക്കി മേടിച്ചത്, അതുകൊണ്ട് തന്നെ ഒരു 9 മുട്ട പുഴുങ്ങിയിട്ടുണ്ടേനും. മുട്ട പകുതിയാക്കിയിട്ട് പിന്നെ മസാല എല്ലാം നിറച്ചിട്ട് ഒരു മുട്ട ബജി ഉണ്ട്, അത് ഞാൻ ഇതിൽ മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ടേനും. ആ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ എന്തായാലും അത് എത്തൂല, ഒരാൾക്ക് 2 പോലും കഴിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ പ്ലാന് മാറ്റി ഒരു 6-7 ഉള്ളി എടുത്തിട്ടുണ്ട്. 2 എരിവില്ലാത്ത പച്ചമുളകാണ്, വലിയ പച്ചമുളകാണ്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഉള്ളി ഞാൻ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, നൈസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിടുന്നുണ്ട്. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒരുമിച്ചിട്ട് ചാച്ചെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കണക്കാക്കിയാൽ മതി. ഞാൻ എപ്പോൾ അങ്ങനെ തന്നെ എടുക്കലേട്ടാ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കറിവേപ്പിലയുണ്ട്, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. വലുതാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചെറുപ്പം തൊട്ടേ കാണുന്ന എൻ്റെ ഉമ്മാമാൻ്റെ രീതിയാണ്. ഉമ്മാമാക്ക് മക്കൾ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. എൻ്റെ ഉപ്പാൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു മുട്ട വെച്ചിട്ടുള്ള ഉള്ളിവട. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞളും 1.5 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഉള്ളിവടക്ക് ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. എന്നിട്ട് ഇതിലേക്ക് കുറച്ചേ വെള്ളം വേണ്ടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ആക്കി എടുക്കണം, വെള്ളം കൂടി പോവരുത്. നിങ്ങൾ കണ്ട നല്ല കളറെല്ലാം കിട്ടിയിട്ടില്ല നമ്മൾ ഉള്ളിവടക്ക്. ഈ ഉള്ളിവട ഇങ്ങനെ തന്നെ എടുത്ത് പൊരിക്കുകയും ചെയ്യാം. നമുക്കിങ്ങനെ പറ്റൂല, മുട്ട വെച്ചിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് മുട്ട പുഴുങ്ങിയിട്ട് പകുതിയാക്കിയിട്ട് അത് വീണ്ടും ഒരു പകുതിയും കൂടി ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് വേറെ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കടലപ്പൊടിയും മൈദപ്പൊടിയും പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് പിന്നെ ഇതുപോലെ മസാല ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. മുട്ട ഇടണമെന്നില്ല, അതും ടേസ്റ്റ് ഉണ്ടാവും, ഇതും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഞാൻ മുട്ട കവർ ചെയ്തിട്ട് ഇതുപോലെ ഞാൻ നെയ്യിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ആണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പണ്ടെല്ലാം ഗസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ ഞാനിത് ഇങ്ങനത്തെ ഞാൻ ഉണ്ടാക്കി കൊടുക്കല്. പിന്നെ ബ്രെഡ് വാട്ടും, മുട്ട പൊരിക്കും, മുട്ട പൊയ്യും, അങ്ങനത്തെ എല്ലാം മുട്ടക്കല്ലാണ് നമ്മൾ കൂടുതൽ ചെയ്യല്. പെട്ടെന്ന് ഗസ്റ്റെല്ലാം വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ടേബിൾ നിറയ്ക്കണം. അതിനെ കൊണ്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പിന്നെ മെയിനായിട്ട് തീ കൂടി പോവേണ്ട, തീ മീഡിയം ഫ്ലെയിമിലായാലും മതി. അല്ലെങ്കിൽ അത് ഉള്ളി കരിഞ്ഞും ഉള്ളിൽ വേവാണ്ട് നിൽക്കുകയും ചെയ്യും. അപ്പം എൻ്റെ മുട്ട വെച്ചിട്ടുള്ള ഉള്ളിവട എല്ലാം റെഡി ആയിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം ചൂടാല കഴിക്കണം കേട്ടോ, എന്നാലും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. മുട്ട ഒന്നും കൂടിയും പകുതിയാക്കിയിട്ടും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നുള്ളിയിട്ട പോലെ ഉണ്ടാവും. നുള്ളിയിട്ടെന്ന് വെച്ചാൽ പക്കുവടേൻ്റെ എല്ലാം ഒരു ടൈപ്പ് പോലെ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.